ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. ഇന്ന് 17 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. ഇവിടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സർവായുധവർഗം പിശാചിനെതിരെ പോരാടുവാനായിട്ട് നമ്മെ പ്രാപ്തമാക്കുന്ന ദൈവത്തിൻ്റെ സർവായുധവർഗം, അതിനെക്കുറിച്ചാണ് നമ്മൾ പല കാര്യങ്ങളെ ഇപ്പോൾ കണ്ടു. അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തു എന്നൊക്കെ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. 17-ാമത്തെ വാക്യത്തില് രക്ഷ എന്ന ശിരസ്ത്രം, ഇവിടെ രക്ഷ എന്ന ശിരസ്ത്രം എടുക്കണം എന്നാണ് രക്ഷിക്കപ്പെട്ടവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ജനനം സംഭവിച്ചിരിക്കുന്ന ഒരാളുകളോട് പറഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ, അതായത് നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതായിട്ടുള്ള ആ കാര്യമല്ല എന്ന് നമുക്കറിയാം. ദൈവവചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് ദൈവവചനം തന്നെയാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ രക്ഷയുടെ പ്രത്യാശ എന്ന ശിരസ്ത്രം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ശിരസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷയുടെ പ്രത്യാശ എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാത്താനെതിരെയുള്ള നമ്മളുടെ നമ്മുടെ പ്രതിവിധി, അല്ലെങ്കിൽ സാത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് നമ്മളുടെ രക്ഷയുടെ പ്രത്യാശ എന്നുള്ളതാണ്. അതാണ് ഹെൽമറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ശിരസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായിരിക്കുന്ന നമ്മുടെ തലച്ചോറ്, ബ്രെയിൻ, അതുമാത്രവുമല്ല ചെവി, കണ്ണ് മുതലായ അവയവങ്ങളും ഒക്കെ തലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമ്മുടെ തലയിലേക്ക് താഴേക്കുള്ള അവയവങ്ങൾ പലതും മാറ്റിവെക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നതാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട്, ലിവർ, കിഡ്നി, അതുപോലെയുള്ള പല അവയവങ്ങളും മാറ്റിവെക്കാനായിട്ടൊക്കെ സാധിക്കും. എന്നാൽ തല മാറ്റിവെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടതും മാറ്റിവെക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു അവയവമാണ് തല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതത്വം ആവശ്യമുള്ളതും തലയാണ്. അപകടം ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളതും തലയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് തലയ്ക്കൊരു ഹെൽമറ്റ് വേണം. എല്ലാ പട്ടാളക്കാർക്കും ഹെൽമറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഹെൽമറ്റ് എന്ന് ചോദിച്ചാൽ, ഹെൽമറ്റ് രക്ഷയുടെ പ്രത്യാശ എന്നുള്ളതാണ്. ഇവിടെ രക്ഷ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ തെസ്സലോനിക്ക ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ അത് ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് രക്ഷയുടെ പ്രത്യാശ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നാം ജീവിക്കേണ്ടത് നമുക്ക് വരാനിരിക്കുന്ന രക്ഷയുടെ പ്രത്യാശയിലാണ്. അതാണ് നമ്മളുടെ ഏറ്റവും കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്. റോമാലേഖനം പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി, പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന ഒരു പ്രത്യാശയോട് ബന്ധപ്പെട്ടാണ്. കർത്താവിൻ്റെ യാഗമരണമാണ് അതിൻ്റെ അടിസ്ഥാനം, അതിലുള്ള വിശ്വാസമാണ് അടിസ്ഥാനം. എന്നാലും അതിൽ നാം വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ നാം വിശ്വസിക്കുമ്പോൾ, നമ്മളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കർത്താവിനോട് കൂടി നാം വസിക്കുക എന്നുള്ളതാണ്. ഈ കർത്താവിനോട് കൂടെ വസിക്കുന്ന
ആ പ്രത്യാശയിൽ ഒരു ചെറിയ ശതമാനം സമയം മാത്രമേ ഈ ലോകത്തിൽ നമ്മളുള്ളൂ. നിത്യകാലം മുഴുവൻ കർത്താവിനോട് കൂടിയാണ്. ഈ ഭൂമിയിലും നമ്മൾ കർത്താവിനോട് കൂടിയാണ്. എന്നാൽ വേറൊരു തലത്തിലാണ് എന്ന് മാത്രം. നാം ഇവിടുന്ന് വേർപെട്ട് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടു കൂടി കർത്താവിനെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനോട് കൂടെ വസിക്കുന്നതായ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. നമ്മെ രക്ഷണ്യ ജീവിതത്തിൽ നമ്മെ നയിക്കേണ്ടതും അതുതന്നെയാണ്. പലപ്പോഴും അങ്ങനെയുള്ള ഒരവസ്ഥയല്ല നമുക്ക് ലോകത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നത് തന്നെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പ്രാപിക്കുന്നതായിട്ടുള്ള, അങ്ങനെ ഭൗതികമായിട്ടുള്ള നിലയിൽ ദൈവാനുഗ്രഹം അനുഗ്രഹം എന്നുള്ള നിലയിൽ പ്രാപിക്കാതെ വരുമ്പോൾ ഈ വിശ്വാസം വിട്ടുപേക്ഷിച്ച് പോകുന്നതായിട്ടുള്ള ധാരാളം ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനൊരു വിഷയത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ വളരെ ഉത്സാഹത്തോടെ ബൈബിൾ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കുകയും രക്ഷയേറ്റ് പറയുകയും സഭായോഗങ്ങൾക്ക് വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു വ്യക്തി തനിക്ക് എൻട്രൻസ് എഴുതിയിട്ട് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ വിശ്വാസം വിട്ടുപേക്ഷിച്ച് താൻ പോയി. അപ്പോൾ താൻ വിശ്വാസത്തിലേക്ക് വരികയും അതുപോലെ അതിൽ വളരെ ആക്റ്റീവായിട്ട് ഉന്മേഷത്തോടെ നിലനിൽക്കുകയും ചെയ്തതിൻ്റെ കാരണം ദൈവം ഈ എങ്ങനെയെങ്കിലും മെഡിക്കൽ MBBS ഒരു അഡ്മിഷൻ മേടിച്ച് തരണം, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ പക്ഷേ കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രത്യാശയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യാശ തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ രക്ഷയുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഒരു കാര്യങ്ങളിലുമല്ല എന്നുള്ളത് നാം ആദ്യമേ നമ്മെ തന്നെ ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഈ ലോകത്തിൽ ഒരു വാഗ്ദത്തങ്ങളും നമുക്ക് കർത്താവ് നൽകിയിട്ടില്ല. നമ്മൾ വളരെ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. കഷ്ടങ്ങൾ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ കർത്താവ് നമ്മളോട് കൂടെ ആ സമയത്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നത്. അതുകൊണ്ട് നാം ഒരിക്കലും ഈ ലോകത്തിലെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വിശ്വാസികളുടെ ജീവിതത്തിലോ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തി നമ്മളുടെ വിശ്വാസ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും യോഗ്യമായ അല്ലെങ്കിൽ അതൊരിക്കലും തീർച്ചയായിട്ടും ശുഭമായ ഒരു കാര്യമല്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തെയോ നമ്മളുടെ സഭയിലെ ഏതെങ്കിലും അംഗങ്ങളെയോ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാരെയോ അല്ല, ഈ നാട്ടിലോ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഓരോരുത്തരുടെയും രക്ഷണ്യ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതും ബന്ധപ്പെട്ടിരിക്കേണ്ടതും യഥാർത്ഥത്തിൽ രക്ഷയുടെ പ്രത്യാശ എന്നുള്ള ഒറ്റ കാര്യത്തിലായിരിക്കണം. അത് ഈ ലോകത്തിലുള്ള ഭൗതിക നിലയിലുള്ള രക്ഷയെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ നിത്യകാലം കർത്താവിനോടുകൂടെ വാഴുന്നതിന് ഉള്ള നമ്മളുടെ പ്രത്യാശ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ശിരസ്ത്രമായിട്ട്, ഹെൽമെറ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ, ആ പ്രത്യാശയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് പിന്നെ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്നുള്ളത് വരും. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് ചരിത്രത്തിൽ വിശ്വാസികൾ ധാരാളം കാണുവാനായിട്ട് കഴിയും. ഈ ലേഖനം നമുക്ക് എഴുതി തന്നിരിക്കുന്നതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ പോലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ താൻ എല്ലാം ത്യജിച്ചു എന്ന് പറയുന്നതാണ് യോഗ്യം. ഈ ലോകത്തിൽ ഒരുപക്ഷെ മനുഷ്യര് ഏറ്റവും വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പൗലോസ് അപ്പോസ്തലൻ ചപ്പ് ചവറ് എന്നെണ്ണി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അങ്ങനെ ഈ ലോകത്തിലെ എല്ലാം സ്ഥാനങ്ങളും മാനങ്ങളും സമ്പത്തും എല്ലാം താൻ ചപ്പ് ചവറ് എന്ന് എണ്ണി കർത്താവിൻ്റെ പിന്നാലെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനായിട്ട് ഇറങ്ങിത്തിരിച്ചെങ്കിലും താൻ തൻ്റെ ജീവിതത്തിൽ കടന്നുപോയതായ, അങ്ങനെ ഒരാൾ പോലും ജീവിതത്തിൽ കടന്നുപോയതായിട്ടുള്ള
പരിശോധനകളും പരീക്ഷണങ്ങളും അതുപോലെ തന്നെ കഷ്ടങ്ങളും ഒക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ താൻ അത് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ ലേഖനങ്ങളിലൊക്കെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ലേഖനം പൗലോസപ്പോസ്തലൻ എഴുതുന്നത് പോലും താൻ ജയിലിൽ കിടന്നുകൊണ്ടാണ്, ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത് പോലും. അപ്പോൾ നമ്മുടെ രക്ഷയുടെ പ്രത്യാശ എന്നുള്ളത് നാം എല്ലായ്പ്പോഴും മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ ഈ ശത്രുവിനോട് നമുക്ക് പോരാടുവാനായിട്ട് കഴിയുകയുള്ളൂ. ശത്രു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നത് ഈ നമ്മുടെ രക്ഷയുടെ പ്രത്യാശയെ ആയിരിക്കും. കാരണം അത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള, തല എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഒരു മനുഷ്യൻ്റെ തലയ്ക്കടിച്ചാൽ ആ മനുഷ്യൻ മരണപ്പെട്ടു പോകുവാനോ ബോധം കെട്ടു പോകുവാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ രക്ഷയുടെ പ്രത്യാശയുടെ മേൽ ഒരു ആക്രമണം വന്നാൽ ആ മനുഷ്യന് പിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ നാം ഏറ്റവും ഈ കാര്യത്തിൽ സൂക്ഷിക്കണം. പ്രിയമുള്ളവരെ, രക്ഷയുടെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി നാം മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ശരി, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഒരു പടയാളിയുടെ വേഷവിധാനങ്ങളും യഥാർത്ഥത്തിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ആക്രമണത്തിന് വേണ്ടി, ശത്രുവിനെ ആക്രമിക്കുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരേ ഒരു ഉപകരണം എന്ന് പറയുന്നത് ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ എന്നുള്ളതാണ്. അപ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ആർക്കും പറഞ്ഞു തരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഒരു ശിശു, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ദൈവവചനം ആണ്. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട്, പിശാചിനോട് പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന്. നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും നമുക്ക് ഭക്ഷണം ആവശ്യമാണ്, അപ്പം ആവശ്യമാണ്. എന്നാൽ ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കേണ്ടതിന് അങ്ങനെയുള്ള ഒരു ഭക്ഷണ ക്രമീകരണം, ശരീരത്തിൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷണ ക്രമീകരണം മാത്രം പോരാ, മറിച്ച് ആത്മാവിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ഭക്ഷണ ക്രമീകരണവും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ടും മാത്രമേ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ദുഷ്ടനോട് പോരാടുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, ദുഷ്ടൻ വരുന്നതും പലപ്പോഴും ദൈവത്തിൻ്റെ വചനവുമായിട്ടാണ്. ലോകത്തിലെ ദുരുപദേഷ്ടാക്കന്മാർ, കള്ളപ്രവാചകന്മാർ, കള്ള അപ്പസ്തോലന്മാർ, കപടവേലക്കാർ, ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകളെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഇവരെല്ലാവരും വരുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. പിശാചും ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മുടെ അടുക്കൽ വരും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കൽ പിശാച് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ചെന്നുവെങ്കിൽ നമ്മുടെ അടുത്ത് പിശാച് ദൈവത്തിൻ്റെ വചനവുമായിട്ട് വരാതിരിക്കുമോ? നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവമക്കൾ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ പോലും അവരവരുടെ ജീവിതത്തിലെ പാപ സ്വഭാവത്തിന് ന്യായീകരണമായിട്ട് ദൈവവചനത്തിലെ വാക്യങ്ങൾ തന്നെ എടുത്ത് ഉദ്ധരിക്കുകയും ദൈവവചനം തന്നെ അതിന് മറയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണത്തിന്, പൗലോസപ്പോസ്തലൻ തിമോത്തിയോസിനോട് അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിനെ എടുത്തുകൊണ്ട് മദ്യം കഴിക്കുന്നത് കുഴപ്പമില്ല, തിമോത്തിയോസിനോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രവുമല്ല, കാനാവിലെ കല്യാണ സദ്യയിൽ കർത്താവ് തന്നെ വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തു.
എന്നുള്ളതും അവർ പലപ്പോഴും ഈ രണ്ട് വാക്യങ്ങളാണ് പ്രാധാന്യമായും ഈ മദ്യപാനത്തിനെ ന്യായീകരിക്കുവാനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. അവർ ദൈവവചനം തന്നെയാണ് അവരെടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. പിശാചും കർത്താവിൻ്റെ അടുക്കൽ വന്നത് ദൈവവചനവുമായിട്ടാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ദൈവവചനവുമായിട്ട് നമ്മളുടെ അടുക്കൽ വരുന്ന എല്ലാവരെയും നമുക്ക് കൈക്കൊള്ളുവാനായിട്ട് കഴിയുന്നതല്ല. അവര് നമ്മളുടെ അടുക്കൽ വിളമ്പുന്നതായിട്ടുള്ള വചനം അത് ഒരു സത്യമാണോ അതോ അത് വ്യാജമാണോ എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. അത് ദുരുപദേഷ്ടാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോട് നിങ്ങൾ സത്യം ഉപദേശം കൊടുക്കണമെന്ന് അല്ല യഥാർത്ഥത്തിൽ വചനത്തിൽ നമ്മൾ കാണുന്നത്. കാരണം അവർ ദുരുപദേശം മാത്രം പഠിപ്പിക്കുന്നവരാണ്. അവർ ദൈവവഴിയിൽ നിന്നും വിട്ട് മാറിപ്പോയവരാണ്. അപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പക്കലാണ്. അവർ ദൈവവചനം ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ പരിജ്ഞാനത്തിൻ്റെ, ദൈവവചനത്തിലുള്ള പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് മനസ്സിലാക്കേണ്ടത്. അതിന് ദൈവവചനത്തിൻ്റെ പഠനവും കേൾവിയും ധ്യാനവും പഠനവും ഒക്കെ അതിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ സഭയിൽ ദൈവവചന പഠനത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും തന്നെ ദൈവവചനം പഠിപ്പിക്കുന്നത്. അത് വളരെ ക്രമമായിട്ട് നാം പഠിപ്പിക്കുന്നത്. എവിടുന്നെങ്കിലും എന്തെങ്കിലും എടുത്ത് പഠിപ്പിക്കുകയല്ല, ഇഷ്ടവിഷയങ്ങൾ പഠിപ്പിക്കുകയല്ല. അതല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചാൽ മറ്റ് സഭകളിൽ പഠിപ്പിക്കുന്നത് പോലെയുള്ളൊരു പഠിപ്പീരല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മളത് വളരെ അതിൻ്റെ ദൈവശാസ്ത്രപരവും അതിൻ്റെ പ്രായോഗികപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നാം അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്ന കാര്യത്തിൽ, അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ദൈവാത്മാവാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമായി പകർന്നു തരുന്നത് എന്നുള്ളതുകൊണ്ട് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഈ വചനം അതായിരിക്കുന്ന നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആളുകൾക്ക് മാത്രമേ ദൈവവചനം അതിൻ്റെ ശുദ്ധമായ നിലയിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ കഴിയുകയുള്ളൂ. നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിക്കുകയുണ്ടായി, നിങ്ങളിലുള്ള അഭിഷേകം തന്നെ നിങ്ങളെ സകലതും ഉപദേശിച്ചു തരുമെന്നുള്ളത്. അത് നമ്മളിലുള്ള അഭിഷേകം എന്ന് പറയുന്നത് നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ആ ഒരു അധ്യായത്തിൽ, 2-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും എന്നുള്ളതായ വിഷയമാണ്. അപ്പോൾ നമ്മിൽ ദൈവാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ ഉണ്ട് എങ്കിൽ ആ അഭിഷേകം നമ്മളുടെ അടുക്കൽ നമുക്ക് സത്യമായിട്ടുള്ള വചനവും കപടമായിട്ടുള്ള വചനവും വേർതിരിച്ച് തരുന്നതാണ്. നമ്മളിത് എന്തെങ്കിലും ദൈവവചനത്തിൽ ഒരു ഡോക്ടറേറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടോ നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവവചനം ദൈവശ്വാസീയം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് തരുന്നതും പരിശുദ്ധാത്മാവാണ് എന്നുള്ളതുകൊണ്ട് കേവലം യാന്ത്രികമായിട്ടുള്ള ഒരു പഠനം നമ്മെ ഒരു വിധത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് സഹായിക്കുന്നില്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മുടെ വചന പഠന ക്ലാസ്സുകളൊക്കെ അതായിരിക്കുന്ന നിലയിൽ ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി അത് അങ്ങനെ തന്നെ അതിനനുസരിച്ച് ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റാനും ഇനി അത് പഠിപ്പിക്കേണ്ടി വരുമ്പോൾ, മറ്റൊരാളോട് ഉപദേശിക്കേണ്ടി വരുമ്പോൾ അത് കൃത്യമായി തന്നെ ഉപദേശിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മിൽ ദൈവാത്മാവിൻ്റെ കൃത്യമായിട്ടുള്ള വ്യാപാരവും കൃപയും ശക്തിയും നമുക്ക് ആവശ്യമായിട്ട് വരും. ശരി, അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ 6 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു, സർവായുധവർഗത്തിൽപ്പെട്ടതായിട്ടുള്ള 6 കാര്യങ്ങൾ. പിന്നെ 18-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അത് ഏതെങ്കിലും ഒരു ആയുധം എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതങ്ങനെ ഒരു ആയുധമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, എന്നാൽ അത് ആയുധമാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഞാനത് നമ്മുടെ ജീവിതത്തിൽ പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽപ്പെട്ട കാര്യം എന്ന് തന്നെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാം, ഏതൊരു പടയാളിയും തൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ല പോരാടുന്നത്. ഒരു ദിവസം ഒരു യുദ്ധമുണ്ടായാൽ ഉടനെ ഒരു പടയാളി, ശരി, ഞാൻ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായി എന്ന് വിചാരിച്ചോളൂ, ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിലെ ഒരാൾ
ഞാൻ എന്നാൽ പാകിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞൊരു തോക്കെടുത്തൊക്കെ അങ്ങനെ നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് പോവുകയില്ല. അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള മുകളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് അവരെ അങ്ങോട്ട് നയിക്കുന്നത്, സ്വയമായിട്ടുള്ള തീരുമാനങ്ങളല്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനയിലും നാം മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണല്ലോ പ്രാർത്ഥന. ദൈവത്തോട് നാം സംസാരിക്കുകയും ദൈവം നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ഒരു പടയാളി തൻ്റെ മേലധികാരികളിൽ നിന്നുള്ള ഓർഡർ പ്രകാരം യുദ്ധം ചെയ്യാൻ പോകുന്നത് പോലെ തന്നെ നാമും നമ്മുടെ മേലധികാരിയായിരിക്കുന്ന നമ്മുടെ പിതാവിനോട് ഉള്ള കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ആണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിക്കേണ്ടത്. പിശാചിനെതിരെയുള്ള പോരാട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ഈ പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ പ്രാർത്ഥനയെ മാറ്റി നിർത്തുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയും ഒരു പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വശമാണ്. അതൊരു ആയുധമായിട്ടല്ല, മറിച്ച് അത് മുകളിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പോൾ ഇവിടെ സമയക്രമം ഒന്നും പറഞ്ഞിട്ടില്ല. രാവിലെ 5 മിനിറ്റെന്നോ 10 മിനിറ്റെന്നോ അല്ല, രാത്രി 5 മിനിറ്റ് 10 മിനിറ്റ് എന്നല്ല, മറിച്ച് ഏതു നേരത്തും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. എന്താണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനെ അന്യഭാഷ എന്നുള്ള നിലയിൽ ആളുകൾ വ്യാഖ്യാനിച്ച് പറയാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് പലർക്ക് പ്രാർത്ഥിക്കാം, ഒരാൾക്ക് ഒറ്റയ്ക്കിരുന്ന് ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം. എന്നാൽ ഏത് നേരത്തും പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ആ പ്രാർത്ഥനയുടെ ഒരു ആത്മാവിൽ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും. അത് നമ്മളുടെ ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് സാധ്യമാകുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നാം ദൈവത്തോടുള്ള ആ ഒരു കൂട്ടായ്മയും സംസർഗവും പ്രാർത്ഥനയും നിലനിർത്തണം എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഏത് നേരത്തും, അതായത് എല്ലാ നേരത്തും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരാളുടെ അടുക്കിലേക്ക് പിശാചിന് വന്നു ചേരുവാനായിട്ട് കഴിയുന്നതല്ല. കാരണം ഇങ്ങനെ പറയാറുണ്ട്, മടിയൻ അല്ലെങ്കിൽ ഒരു മടിയൻ്റെ ഹൃദയം പിശാചിൻ്റെ കളിക്കളമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും വചനത്തിൻ്റെ ധ്യാനത്തിലും നിലനിൽക്കുന്ന, അതിൽ മുമ്പോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ തോൽപ്പിക്കുവാനായിട്ട് പിശാചിന് ഒരിക്കലും കഴിയില്ല. കാരണം ഏതു നേരത്തും പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പിശാചിന് പ്രവേശനമേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു പോരാട്ടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടെ യോഗ്യമായിട്ടിരിക്കുന്ന കാര്യം. അതിനായി ജാഗരിച്ചും കൊണ്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അപ്പോൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവെ, പിശാചിൻ്റെ പരീക്ഷയിൽ അകപ്പെടാതെ എന്നെ പ്രാർത്ഥിക്കണമേ എന്നുള്ള പ്രാർത്ഥന അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെയും പ്രാർത്ഥിക്കാം. കർത്താവ് പഠിപ്പിച്ചതായിട്ടുള്ള പ്രാർത്ഥനയിൽ ആവശ്യവുമുണ്ട്. എന്നാൽ നാം സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടും അത് സഭാ അംഗങ്ങളെ സംബന്ധിച്ചാണ്. കാരണം സഭയിലെ അംഗങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥകളും ഒക്കെ ആ സഭയിലുള്ളവർക്കാണ് അറിയാനായിട്ട് കഴിയുന്നത്. അർത്ഥവത്തായി നാം പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകൾക്ക് വേണ്ടി, അറിയാവുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അതൊരു അർത്ഥവത്തായ പ്രാർത്ഥനയാകുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം തെസ്സലോനിക്കയിലുള്ള സഭയിലെ വിശ്വാസികളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥന വളരെ ജനറലാണ്. അപ്പം അവരുടെ ആവശ്യങ്ങൾ ദൈവം മനസ്സിലാക്കി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം കൊടുത്തുകൊള്ളണം എന്നൊരു ഹോൾസെയിൽ പ്രാർത്ഥന പോലെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറയുന്നതല്ല പ്രാർത്ഥന. അതൊന്നും
എനിക്ക് ഒരു യോഗ്യമായ ഉള്ള പ്രാർത്ഥനയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രാർത്ഥന പലപ്പോഴും അങ്ങനെ തെറ്റായിട്ടുള്ള നിലയിലൊക്കെ പോകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കാൻ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്നുള്ള വിഷയം എടുത്തു നോക്കിയാൽ ഈ സകല വിശുദ്ധന്മാർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചന നമുക്ക് ലഭിക്കുന്നതാണ്. പൗലോസ് അപ്പോസ്തലന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? 19-ാമത്തെ വാക്യത്തിൽ, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. അപ്പോൾ ജയിലിൽ കിടക്കുന്ന പൗലോസ് അപ്പോസ്തലൻ എന്നെ എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്നൊന്ന് രക്ഷിക്കാൻ വേണ്ടി, ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊരു പ്രാർത്ഥന ആവശ്യം പോലും പറയുന്നില്ല. നമ്മളായിരുന്നു ഈ പൗലോസ് അപ്പോസ്തലന്റെ സ്ഥാനത്തെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ചങ്ങല ധരിച്ചുകൊണ്ട് താൻ ദൈവത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ കഷ്ടത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണം എന്നുള്ള നിലയിലല്ല പൗലോസ് അപ്പോസ്തലൻ ആ ജയിലിൽ പോലും സുവിശേഷ പ്രവർത്തനത്തിനുള്ള ഒരു വഴി, സുവിശേഷ പ്രവർത്തനത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, അങ്ങനെ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത്, ജയിൽവാസം അനുഭവിക്കുന്നത് അത് ഒരു മോശം കാര്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ കണക്കാക്കുന്നുമില്ല. എന്നെ ഈ ജയിലിൽ നിന്ന് വിട്ടാൽ, ഞാൻ ജയിലിൽ നിന്ന് വിടുവിക്കപ്പെട്ടാൽ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ അനേകരോട് സുവിശേഷം പറയുവാനും പല സഭകളും സന്ദർശിക്കുവാനും വചനം പഠിപ്പിക്കുവാനും ഒക്കെ കഴിയും എന്നും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നില്ല. ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ദൈവം ആക്കിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് താൻ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ അവസ്ഥകളിലൂടെ കടത്തിവിടുമ്പോൾ അത് ദൈവം അനുവദിച്ചിട്ടാണ്, അതിൽ ദൈവത്തിനൊരു പദ്ധതിയും പരിപാടിയും ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളെ നമ്മൾ ഒരുപക്ഷെ അത് ദൈവത്തിന് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണെന്നോ, ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നോ, അല്ലെങ്കിൽ ഇത് എൻ്റെ കുറ്റമാണെന്നോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കുറ്റമാണെന്നോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കാറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളെ ദൈവ പൈതലാണെങ്കിൽ, ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ, ദൈവവചനത്തിനനുസരിച്ച് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഇരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചിരിക്കുന്നതായിട്ടൊരു സാഹചര്യമാണ് എന്ന് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പഠിച്ചുവല്ലോ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ സകലതും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒഴിവാക്കാനായിട്ട് യാതൊന്നുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ദോഷത്തിനല്ല, അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നാം നമ്മെ തന്നെ ആ ദൈവിക പരിപാടിയിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്, അതിന് വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാൻ വിചാരിക്കുന്നു ഒനേസിമോസ് എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഒരാളാണ്. ഫിലോമൻ എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ എത്രയോ പേര് ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു ഒനേസിമോസിനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. എന്നാൽ പലരും അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നമ്മെ ആക്കുന്നതായിട്ടുള്ള സ്ഥലം അതൊരു ജയിലാണെങ്കിലും അല്ല, നമ്മെ കടത്തിവിടുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ എത്ര ക്രൂരമാണ് എന്നൊരിക്കലും ഒരുപക്ഷെ നമുക്ക് തോന്നിയാലും നമ്മെ അതിനെ വിധേയപ്പെടുത്തി ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറുന്നതിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അതെല്ലാം മനോഹരമാക്കി തീർക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകണം, അതുപോലെ തന്നെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നതിന്
സംസാരിക്കേണ്ടും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കും. ഇത് മാത്രമേ പൗലോസപ്പോസ്തലന് പ്രാർത്ഥന ആവശ്യമുള്ളൂ. ഒരു പുതപ്പിനെ കുറിച്ച് പറയുന്നില്ല, ഭക്ഷണത്തെക്കുറിച്ച് പരാതിയില്ല, ജയിൽവാസത്തെക്കുറിച്ച് പരാതിയില്ല, ബന്ധനത്തെക്കുറിച്ച് പരാതിയില്ല. ഇനി ഒരുപക്ഷെ അവിടെ പൗലോസപ്പോസ്തലനെ ആരെങ്കിലുമൊക്കെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ടാകുമോ അറിയില്ല, അതിനെക്കുറിച്ച് പരാതിയില്ല. ഒരു കാര്യത്തെക്കുറിച്ചും പൗലോസപ്പോസ്തലന് പരാതിയില്ല. തൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചും പൗലോസപ്പോസ്തലന് പരാതിയില്ല. പരാതി തനിക്കൊരു പ്രാർത്ഥന ആവശ്യമുള്ളത് ഒരേ ഒരു കാര്യമാണ്. എന്താണ്? എനിക്ക് വചനം വേണം, അത് സംസാരിക്കുമ്പോഴും വേണം, സംസാരിക്കാനായിട്ടുള്ള കൃപയും വേണം. അപ്പോൾ പൗലോസപ്പോസ്തലനെ കുറിച്ചുള്ള പ്രാർത്ഥന ആവശ്യം ഇതായിരിക്കുമ്പോൾ, ഈ സകല വിശുദ്ധന്മാർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ആവശ്യം എന്ന് പറയുന്നതും അതേ നിലയിൽ, അതേ നിലവാരത്തിലുള്ളതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പൗലോസപ്പോസ്തലൻ കൊലോസ്യർക്കോ ഫിലിപ്പിയർക്കോ അല്ലെങ്കിൽ എഫേസ്യയിലോ ഒക്കെ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊന്നും ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല, അതെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ്. ആരുടെയും ഭൗതികമായിട്ടുള്ള ഒരു പ്രാർത്ഥനാവശ്യങ്ങൾ അറിയിക്കുന്നതോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. യെരുശലേമിലെ സഭയിൽ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ അവരുടെ ക്ഷാമമൊക്കെ പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ല, മറിച്ച് അവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളത് ചരദിച്ചുകൊണ്ട് അത് കൊടുത്തു വിടണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുകയും അത് നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതും ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. പ്രവൃത്തിയും ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ അതൊരു അനുസരണമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പലപ്പോഴും ഒരു 99% ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ബാബു സോരൻ പറയുന്നത് പോലെ കല്ലറയ്ക്ക് ഇപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം പോകുന്നത്. പ്രിയമുള്ളവരെ, അടിസ്ഥാനം മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുക്കാതെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നമുക്ക് ഗൗരവമില്ലാത്തത് ആണ്, അത് നിസ്സാരമാണ് എന്ന് നാം പറയുമ്പോൾ ദൈവകരങ്ങളിലാണ് നാം എങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നിസ്സാരം തന്നെയാണ്. നാം ദൈവിക പരിപാടിയിലാണ്, ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം എങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നിസ്സാരമാണ്. കാരണം ഈ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായിട്ടുള്ള ദൈവം നമ്മോട് കൂടിയുള്ളപ്പോൾ അവൻ്റെ ശക്തിയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. എന്നാൽ നാം ദൈവിക പരിപാടിയിൽ നിന്ന് മാറിയാണ് പോകുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഭാരത്തിനും വേവലാതിക്കും ഒക്കെ പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രസക്തിയില്ല. പലപ്പോഴും സഭയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, എൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, എൻ്റെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പരാതി പറയാറുണ്ട്. അങ്ങനെ ധാരാളം പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ എൻ്റെ സഭയിൽ പ്രാർത്ഥനാവശ്യം പറയും. പലരും പല പ്രാർത്ഥനാവശ്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾ ചിലപ്പം അവരുടെ ഓർമ്മയിൽ നിന്നൊക്കെ അത് ചിലപ്പം വിട്ടുപോകും. ഒരാളുടെയോ ചിലപ്പോൾ രണ്ടാളുടെയോ ഒക്കെ പേര് വിട്ടുപോയാൽ അതൊക്കെ വലിയ വിഷയമാക്കി സഭയിൽ എടുത്തിട്ടുള്ള ആളുകളെയും ഞാൻ ഇതിടയ്ക്ക് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സഭാ വിശ്വാസികളുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, അതൊക്കെ വളരെ ബാലിശവും അതുപോലെ തന്നെ അതിനൊക്കെ ഒരു ശിശുവിന് പോലും, ആത്മീയ ശിശുവിന് പോലും അങ്ങനെ ഒന്ന് തോന്നുവാനായിട്ട് പാടുള്ളതല്ല. ദൈവസന്നിധിയിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അർപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, അത് ദൈവം അത് കൊടുക്കുന്നത് അത് ഇന്ന ആളുകൾ ഇന്ന സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചാലേ ഞാൻ കൊടുക്കുകയുള്ളൂ എന്നൊക്കെയാണോ ദൈവം തീരുമാനിക്കുന്നത്? അങ്ങനെ ഒരു ദൈവത്തിലാണോ നമ്മൾ പ്രത്യാശയും ആശ്രയവും ഉള്ളത്? നാം പ്രാർത്ഥിക്കണം എന്നുള്ളത് ശരിയാണ്. ഒരാൾ ഒരു പ്രാർത്ഥനാവശ്യം പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്നതായുള്ള വിശ്വാസികളുടെ ഹൃദയത്തിലെല്ലാം ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടാകുകയാണ്. അങ്ങനെ ആരെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും അതിനകത്ത് വേവലാതിപ്പെടരുത് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ നമ്മളുടെ ഭൗതിക നിലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, അതൊക്കെ ദൈവം നൽകിക്കൊള്ളും, ദൈവം അതൊക്കെ ചെയ്ത് തന്നുകൊള്ളും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചിലതൊക്കെ ദൈവം പിടിച്ചു വയ്ക്കും, ചിലതൊക്കെ താമസിപ്പിക്കും. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് നാം ദൈവിക പരിപാടിയിലാണെങ്കിൽ നമ്മുടെ നന്മയ്ക്കാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവവചന പഠനം പിശാചിനും അവൻ്റെ വർഗത്തിനുമെതിരെയുള്ള ഒരു നല്ല പോരാട്ടം കഴിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കട്ടെ. ഇതെല്ലാം നാം പഠിച്ചു. ഇനി ആരും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി വീണു പോകാനായിട്ട് പാടില്ല.
ദൈവത്തിൻ്റെ സർവായുധ വർഗവും ധരിച്ചുകൊണ്ട് നമുക്ക് പോരാടാം. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.